ഗൈസ് ഇത് കണ്ടോ, ഇതൊരു പുതിയ വാഹനമാണ്. പുതിയൊരു വാഹനത്തിൻ്റെ അണ്ടർബോഡി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ക്രാക്ക് കണ്ടു. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാം. പുതിയൊരു വണ്ടി എന്തുകൊണ്ടാണ് PDI ചെയ്യണം എന്ന് പറയുന്നതിനൊരു ഉത്തരവാണ് ഈ വീഡിയോ. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ അവിടുത്തെ മാനേജറായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാണ് അതങ്ങനെയൊക്കെ ഉണ്ടാവും, നമുക്കത് മാറ്റിത്തരാമെന്നാണ് പറയുന്നത്. ആ ഒരു ബോണറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ആദ്യം കണ്ടിരിക്കുന്ന ആ ഒരു ഏരിയ തന്നെ കണ്ടോ, സ്ക്രൂ, അതായത് അത് അഴിച്ചതിൻ്റേതായിട്ടുള്ള എല്ലാ ഫീലും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പുത്തൻ വാഹനം ഒരിക്കലും ഇങ്ങനെയല്ല ഉണ്ടാവുന്നത്. അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ഈ ഒരു ഏരിയയിലൊക്കെ രണ്ടാമത് റീപെയിൻറ്റ് ചെയ്തതിൻ്റെതായ കുറേ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടോ, വരഞ്ഞ് സ്ക്രാച്ച് ആയിട്ട് തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നപ്പോൾ ഒരു വാഹനം എന്തോ ഡെൻറ്റും കാര്യങ്ങളൊക്കെ സംഭവിച്ച് റീപെയിൻ്റൊക്കെ ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ വാഹനം കണ്ടത്. നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു, വണ്ടി ഡെലിവറിക്ക് മുമ്പ് കാണാൻ വരും, കണ്ട ശേഷം മാത്രമേ എടുക്കുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ആ ഡെലിവറിക്ക് പോകുന്ന സമയത്ത് കണ്ടത് ഈ രീതിയിലാണ്. അപ്പം എന്തായാലും വളരെ മോശമായൊരു സാഹചര്യമാണ് ഇത്തരത്തിൽ. ഇനി ഇൻറ്റീരിയർ മാത്രമല്ല, എക്സ്റ്റീരിയർ മാത്രമല്ല, ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഒരുപാട് ഒരു യൂസ് ചെയ്ത അല്ലെങ്കിൽ ഒരു റഫ് യൂസ് അല്ലെങ്കിൽ അത്രയും മോശമായ രീതിയിൽ ഹാൻഡിൽ ചെയ്ത രീതിയിലാണ് കണ്ടത്. ഇപ്പോൾ ഈ ഒരു വാഹനം കണ്ടില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു വാഹനമാണ്. ഈ രീതിയിൽ ബൈൻഡ് ചെയ്തിട്ടാണ് ഒരു പുത്തൻ വാഹനം പരമാവധി ഷോറൂമിലൊക്കെ ഉണ്ടാവാറുള്ളത്. ഈ ഒരു ക്വാളിറ്റിയിലോ ഈ ഒരു നീറ്റ്നെസ്സിലോ നമ്മളെ വാഹനം കണ്ടിട്ടില്ല. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതിയിലാണ് മിക്ക വാഹനങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എല്ലാവരും ഡെലിവറിക്ക് മുമ്പ് ഒന്ന് പോയി നേരിട്ട് വണ്ടി കാണുക. താങ്ക് യു.